നവകേരള യാത്രയ്ക്കായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും 1 മാസത്തിലേറെ കാലം ഉപയോഗിച്ച ബസ് പൊളിച്ചു പണിയുന്നതിനായാണ് ബംഗളൂരുവിലെത്തിച്ചത്. എറണാകുളത്തെ നവകേരള പര്യടനത്തിന് ശേഷമാണ് ബസ് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയത്. പൊതുജനങ്ങൾക്ക് ബസ് വാടകയ്ക്കെടുക്കാവുന്ന തരത്തിൽ KSRTCയുടെ വിനോദസഞ്ചാര പദ്ധതിയിലേക്ക് ഉപയോഗിക്കുന്നതിന് മുന്നോടിയായാണ് അറ്റകുറ്റപ്പണി. പ്രകാശ് കോച്ച് ബിൽഡേഴ്സ് എന്ന ബസ് നിർമ്മാണ കമ്പനിയാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയിരുന്ന VIP സീറ്റും ബസ്സിലുണ്ടായിരുന്ന പ്രത്യേക ലിഫ്റ്റ് സൗകര്യങ്ങളും നീക്കം ചെയ്യും. ബസിന്റെ ചില്ലുകൾ മാറ്റുമെങ്കിലും ശുചിമുറി ചെറിയ മാറ്റങ്ങളോടെ തന്നെ നിലനിർത്തും. VIP സുരക്ഷ മുൻനിർത്തി ഒരുക്കിയ സജ്ജീകരണങ്ങളെല്ലാം നീക്കി നവകേരള ബസിനെ സാധാരണ കോൺട്രാക്ട് ഗ്യാരേജാക്കി മാറ്റാനാണ് തീരുമാനം. 1,05 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ബസ്സിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് 3 ലക്ഷത്തോളം രൂപ ഇനിയും ചെലവഴിക്കണം. ഈ മാസം അവസാനത്തോടെ പണി പൂർത്തീകരിച്ച് ബസ് തിരികെ കേരളത്തിലെത്തിക്കാനാണ് നിർദ്ദേശം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.